തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തള്ളണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഇടപെടാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്തായിരുന്നു കോടതിയുടെ നിലപാട്? കഴിഞ്ഞ ദിവസമാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഈ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ച വിഷയത്തിൽ അത് ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയത്. അതിലിപ്പോൾ തീരുമാനമായിരിക്കുന്നു. നാമനിർദ്ദേശ പത്രിക തള്ളണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ജസ്റ്റിസുമാരായ VG അരുൺ, S മനു എന്നിവർ ഉൾപ്പെട്ട അവധിക്കാല ഡിവിഷൻ ബെഞ്ചിന്റേതാണ് തീരുമാനം. ആവശ്യം ഈ ഘട്ടത്തിൽ പരിഗണിക്കാനാവില്ലെന്ന് ഹൈക്കോടതി ഹർജിക്കാരെ അറിയിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാം എന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. രാജീവ് ചന്ദ്രശേഖറിനെതിരായ പരാതി ആദായ നികുതി വകുപ്പിന് കൈമാറിയെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ പോളിംഗ് നടപടിക്രമങ്ങൾ അടക്കം ആരംഭിച്ചു. പോസ്റ്റൽ ബാലറ്റ് ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ ഇടപെടരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹൈക്കോടതിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് ഈ ഹർജി തള്ളിക്കളഞ്ഞത്. രാജീവ് ചന്ദ്രശേഖറിന് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.